ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സംസം റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫലൂദ ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റോയൽ ഫലൂദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഫലൂദയിലിടുന്ന ജെല്ലി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് സോസ് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. നല്ലതായിട്ട് ചൂടാക്കിയ ഈ വെള്ളം ജെല്ലി ഉണ്ടാക്കുന്ന ആ പൗഡറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 45 ഗ്രാം റാസ്ബെറിയുടെ ജെല്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ജെല്ലി പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു വെക്കാം. അരമണിക്കൂർ കൊണ്ട് തന്നെ ജെല്ലി റെഡിയായി കിട്ടിക്കൊള്ളും. ഇനി ഫലൂദയിൽ ഇടുന്ന സേമിയ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാല് സോസ് പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് സേമിയയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സേമിയ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലതായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഫലൂദ സെറ്റ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. ഇനി ഫലൂദ ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ച കട്ടയോട് കൂടിയുള്ള പാല് 1/2 ലിറ്ററാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫലൂദ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാനായിട്ട് 1.5 ചെറുപഴവും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ജെല്ലി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഫലൂദ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ സിറപ്പ് ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചൊന്നെടുക്കുക. ഇനി ആ വേവിച്ച് വെച്ച സേമിയ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഗ്ലാസിന്റെ പകുതിയോളം ആ അടിച്ചു വെച്ച ഫലൂദ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം സബ്ജ സീഡും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആ ജെല്ലിയുടെ പീസസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ ബാക്കിയുള്ള ഫലൂദ മിക്സും കൂടെ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അവസാനം ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെയൊക്കെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം ഒന്ന് അറിയിക്കുക. വീണ്ടും അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.